ഇപ്പൊ നമ്മള് എക്കോ ലോഡ്ജിന്റെ അകത്തേക്ക് കേറുവാ കേട്ടോ. എന്ത് രസമാണെന്നറിയോ, ഇവിടെ ഇപ്പൊ നമുക്ക് മൊത്തം 12 കോട്ടേജാ ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ പഴമ നിലനിർത്തി ഓടായിട്ടേക്കുന്നത് മേഖലെ. ഇവിടെ വന്നു കഴിഞ്ഞാലേ പാത്ത് വേ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കോട്ടേജാ. നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, എല്ലാം ഒരേപോലെ. അയ്യോ, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് മേളിൽ കയറിയാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റുവേ. ഇവിടെ വൈറ്റ് പൂ ഇങ്ങനെ പരന്ന് കിടക്കുക. പണ്ടത്തെ ഗന്ധരാജനില്ലേ, അതിൻ്റെ ഒരു ഇല പോലെ കിട്ടും. ഗന്ധരാജനല്ല, പൂ ചെറുതുവാ, പക്ഷെ മണം അതിൻ്റെ തന്നെ. ആ മണം തന്നെയാണ് വരുന്നത്. നോക്കിയേ, പട്ട് പിരിച്ച പോലെ കിടക്കുക. കാറ്റും കൊണ്ട് ആ ഒരു ശാന്തത നമുക്ക് ആസ്വദിക്കാം. ഇതെല്ലാം ഇങ്ങനെ നമ്പറിട്ട് വെച്ചിട്ട് കേട്ടോ. ഇതാ ഏറ്റവും ലാസ്റ്റ് കോട്ടേജ്, C12 കേട്ടോ. അരി ചീനിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് വേറൊരു പ്രത്യേകത, ഇവിടുത്തെ ചെയർ വരെ വുഡിനാൽ നിർമ്മിച്ചതാണ് കേട്ടോ. തടിയുടെ ചെയറുകളാണേ. ഇപ്പൊ നമ്മൾ ഈ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഹൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഓ നല്ല ഭംഗിയാണ്. നമുക്ക് വെക്കേഷനോ ഒക്കെ കിട്ടുമ്പോഴേ കുഞ്ഞുങ്ങളെ ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളൊക്കെ കാണുകയും ചെയ്യാം. നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള നല്ലൊരു സ്ഥലവുമാണ്. പിന്നെ കേരള ടൂറിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ ഇടുക്കി DTPCയുടെ അണ്ടറിൽ വരുന്ന അവിടെ ഈ എക്കോ ലോഡ്ജ്. അപ്പോൾ DTPC ആണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. എത്ര മനോഹരമായാണ് ആ കൺസ്ട്രക്ഷൻ വർക്ക് അവർ ചെയ്തിരിക്കുന്നത്. അതിന് ഒരു പ്രത്യേക ഒരു ബഹുമതി തന്നെ അവർക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ. അത്രയ്ക്ക് നീറ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അവരെ. നമ്മൾ ഒരു കോട്ടേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോണ്ടല്ലോ ഫ്രണ്ടിൽ കാണുന്നത് ഈ പൂച്ചെടികളാണ് കേട്ടോ. പണ്ടത്തെ ചൂളമരം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈസ് ചെടിയാണെന്ന് തോന്നുന്നത് കേട്ടോ. നമ്മുടെ ബെഡ് വരുന്നത്. ഇതിന് ഒരു ദിവസം നമുക്ക് വരുന്ന റേറ്റ് 3600 രൂപയാണ് കേട്ടോ റെന്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് വ്യൂ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ TV ഉണ്ട്, കബോർഡുണ്ട്, നല്ല സ്പേസ് ഉള്ള കബോർഡ്. മിററ്, നമുക്ക് ചെയറുകളുണ്ട്. ഇവിടുന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് റൂമിൽ നിന്ന് തന്നെ ഇടുക്കി ഡാമിന്റെ വ്യൂ ഉണ്ട് കേട്ടോ. ഇത് എല്ലാം മുട്ടി തന്നെയാണ് തീർന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ടോയ്ലറ്റ് നല്ല വിശാലമായ ടോയ്ലറ്റ്, ചെറുതൊന്നുമല്ല ഉണ്ടോ. നല്ല സ്പേസ് ഉള്ള ടോയ്ലറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം ഉണ്ട്. നല്ല സൂപ്പർ അടിപൊളി. ഇതാണ് ബെഡ്.
ഹൈറ്റുള്ള സൂപ്പർ ജീവിതമുള്ള കാലം. ചുമ്മാ ഉണ്ടാക്കി മാത്രം നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ട് കാര്യമില്ല, കുറച്ച് ആസ്വദിച്ചും കൂടെ ജീവിക്കും എന്ന് പറയാൻ പ്രധാനപ്പെട്ട നമ്മുടെ രാമക്കൽമേടുണ്ട്, വാഗമണ്ണുണ്ട്, അരുവിക്കുഴി വ്യൂ പോയിന്റ് ഉണ്ട്, പാഞ്ചാലിമേടുണ്ട്, മൂന്നാറുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ടുള്ള ഏറെക്കുറെ കുറേ തേക്കടിയുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് താമസിച്ച് ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആസ്വദിച്ച് ഈ മിററൊക്കെ കണ്ടോ, ഒരു പൊടിയോ പൊട്ടോ ഒന്നുമില്ല, ഒരു പാടോ ഒന്നുമില്ല. സാധാരണ മിററുകളൊക്കെ എത്ര നമ്മൾ ക്ലീനാക്കി ഒരു പൊടിയിലിരിക്കുന്നത് ഒന്നുമില്ല. ഇതാണ് ഇവിടെയുള്ള മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരെ അത്ര കൃത്യമായിട്ട് അവരുടെ സ്വന്തം പോലെ നോക്കിക്കണ്ടോ കൊണ്ട് പോകുന്നത്. അതാണ് വരുന്ന ഗസ്റ്റുകളാണ് നമ്മുടെ കിങ്. അത് കണ്ട് അവര് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. നേരത്തെ വിളിച്ചു കൊടുക്കും. അതിൽ വിളിച്ചു പറഞ്ഞാൽ മതി, ആരെങ്കിലും മൊബൈലിൽ വിളിച്ചു. ആണല്ലേ, സാധാരണ നിരക്കുള്ളൂ, സാധാരണ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി DTPCയുടെ, അതായത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഇടുക്കി എക്കോ ലോഡ്ജിലാണ് കേട്ടോ. അപ്പോൾ ഈ ഇടുക്കി എക്കോ ലോഡ്ജ് ഇവിടെ വരുമ്പോൾ നമുക്ക് 3600 രൂപയാണ് നമുക്ക് ദിവസം റെൻറ്റ് വരുന്നത്. അത് യാത്രി നിവാസ് എന്ന് പറയുന്ന സൈറ്റിൽ കയറി നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫുഡ് ഈ 3600 അലൗഡ് അല്ല. നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷെഫുമാരുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവർ ചെയ്തു തരുന്നതാണ്. ഇനി വെളിയിലുള്ള ആൾക്കാർക്കും ഫുഡോ എന്തെങ്കിലും അടുത്തുള്ള പ്രദേശങ്ങളിൽ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അവർ വിളിച്ച് പറഞ്ഞാൽ മതി, ഇവിടെ ഫുഡ് റെഡി ആയിരിക്കും. അവർക്ക് വന്ന് കഴിക്കാൻ നേരം വന്നാൽ മതി കേട്ടോ. അതിനുള്ള സൗകര്യം എല്ലാം നമ്മുടെ ഈ ഗസ്റ്റ് ഹൗസിൽ ഈ ലോഡ്ജിൽ ഒരുക്കിയിട്ടുണ്ടേ. ഇവിടെ ഇരുന്നുണ്ടോ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം ചക്ക ചേട്ടന് ഒരുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചക്ക എരിശ്ശേരിയാണെന്ന് തോന്നുന്നു. ഒരെണ്ണം ചോദിക്കാതെ എടുക്കുവാണോ. ഇതിലുണ്ടാവും നമ്മുടെ കാന്താരി. ഞാൻ മേലെ കാണിച്ചു തന്നില്ലേ കാന്താരി ചീനി, നമ്മുടെ ലോഡ്ജിൻ്റെ അവിടെ ചീനി. ആ ചീനിയിൽ ഇതുണ്ടോ കാന്താരി പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ, നാച്ചുറാലിറ്റി. അപ്പോൾ ഇന്ന് ചക്കയും കാന്താരിയും നിൽക്കുവാണെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് പോകായിരിക്കും. ഇതുകൊണ്ട് ഇപ്പം നമ്മൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇടുക്കി ടൗണിൻ്റെ ഭാഗത്താണ് കേട്ടോ. അതുകൂടെ പള്ളി നമ്മൾ എക്കോ പാർക്കിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. വളരെ നല്ല സ്റ്റാഫുകൾ, മാനേജർ ജയകുമാർ സാറ്, എല്ലാവരും കേട്ടോ നല്ല ഇടപെടിയിൽ, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ. എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, ബൈ.